പിന്നെ എണീച്ച് അടുപ്പും തറ തുടച്ച പാടും തന്നെ കൂടെ പോയിട്ട് കുറച്ച് വിറക് കൂടുതൽ എടുക്കും. അടുപ്പിലെല്ലാം തീ പറ്റിച്ച് വരലാന്ന്. ഇപ്പം അധികം തീ പിടിച്ച് വന്നിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ നല്ലോണം കനലെല്ലാം ആയി വന്നോളൂ. ഇനി ഓരോ അടുപ്പിൽ ഓരോന്നായിട്ട് വെക്കും. ചോറ് ആദ്യം വെക്കണം. ചോറിന് കുറേ വേവുണ്ട്. അപ്പം പിന്നെ അത് ഒരടുപ്പിൽ തന്നെ വെക്കണം ഒരു 2 മണിക്കൂർ. ചോറ് ഒരടുപ്പിൽ നിന്ന് വേവുന്നുണ്ട്. അതുപോലെ മീൻകറി വെച്ചിട്ടുള്ളത് ചോറ്. മീൻകറിയും തിളക്കുന്നുണ്ട്. ഇനി മോര് കറിയും കൂടി വെക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്നലത്തെ കുറച്ച് കടലയെല്ലാം ഉണ്ട്, അതെല്ലാം കുറച്ച് ചൂടാക്കി എടുക്കണം. അപ്പം മീൻ വാങ്ങിയ അടുപ്പിൽ തന്നെ മോര് കറിക്ക് പെട്ടെന്നാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ചോറ് പിന്നെ എല്ലാ കറിയും ചായക്ക് കടിയും എല്ലാം ആകുന്ന വരെ ചോറ് ഒരടുപ്പിൽ ഇങ്ങനെ വേവുന്നുണ്ടാവും. ഇന്ന് പണിക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയ കലത്തിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇപ്പം മോര് കറി അധികം തിളക്കാൻ പാടില്ല. അതൊന്ന് വാങ്ങി വെക്കട്ടെ. ഇനി ഈ അടുപ്പിൽ പഴം പുഴുങ്ങാൻ വെക്കാമെന്ന് വെച്ച്. ഇന്ന് ചായക്ക് കടി വേറെ ഒന്നും ആക്കുന്നൊന്നുമില്ല. ഇങ്ങനെ പാൽ ചായയും പിന്നെ പഴം പുഴുങ്ങിയതും തിന്നാന്ന് വെച്ചിട്ടാണ്. അതെല്ലാം മതിയാകുക. എപ്പോൾ കടിയൊന്നും ആകില്ല. അപ്പോൾ അത് പെട്ടെന്ന് പഴം പുഴുങ്ങാൻ വെക്കട്ടെ. ഇത് ഇന്നലത്തെ കടലക്കറീൻ്റെ ബാക്കി ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കടല ബാക്കിയുള്ളതുകൊണ്ട് ഇതൊന്ന് ഒരു ചെറിയൊരു ചാറ് പോലെ പരുവത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്, വെറുതെ കളയാണ്ട്. അപ്പോൾ പഴം ഇടുന്ന് പുഴുങ്ങി വരട്ടെ. മോര് കറിയും രാവിലെ തന്നെ ആക്കി വെച്ച്, പിന്നെ മീൻ കറിയും വേഗം തന്നെ ആക്കി വെച്ച്. ഇനി മീൻ പൊരിക്കാനുണ്ട്, അതും കൂടി റെഡിയാക്കിയിട്ട് അലക്കലും അടിച്ചു വരലും ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ പഴവും പുഴുങ്ങിക്കഴിഞ്ഞ് ഒരു പാൽ ചായയും ആക്കി. ഇപ്പം ഞാൻ പണിയെടുത്തോണ്ട് തന്നെ ഒരു ഗ്ലാസ് പാൽ ചായ ഞാൻ കുടിക്കും. ഇനിയിപ്പോൾ ഈ കടല, ഇന്നലത്തെ കടല ഒന്ന് നമുക്ക് ഞാൻ വരട്ടിയെടുക്കലാന്ന് കളയാണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ തലേന്ന് ബാക്കി വന്ന കടലക്കറീൻ്റെ കടലയൊന്നും കളയേണ്ടില്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ ഉള്ളി വഴറ്റി കുറച്ച് പൊടിയെല്ലാം ഇട്ടിട്ട് നമുക്ക് വരട്ടിയെടുക്കാം. വെറുതെ വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. അപ്പം കുറച്ച് കാശ്മീരി മുളക് പൊടിയും ഇട്ട് പിന്നെ മീറ്റ് മസാലയും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ട് ഉള്ളിയിലൊന്ന് ഇട്ട് വഴറ്റുന്നു. ഇനി ബാക്കി വന്ന കടലയും കൂടി ഇട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ചില ദിവസം ഞാനിങ്ങനെ ഓരോന്ന് ഒപ്പിച്ചെടുക്കുക ചെയ്യുക. തലേന്നത്തെ ചൂടാക്കിയതും ബാക്കി വന്ന് കളയാൻ ഒപ്പിച്ചെടുക്കും. അപ്പോൾ ഇതിപ്പോൾ നല്ല കടല വരട്ടിയത് ആയി വരും. കുറച്ചും കൂടി വെള്ളം വറ്റിയിട്ട് വാങ്ങി വെക്കും.
ഇനി ഈ കടല വാങ്ങി വെക്കുന്ന അടുപ്പിൽ മീൻ പൊരിക്കാനും വേണ്ടിയിട്ട് ഇടലാണ്. അങ്ങനെയാണ് പെട്ടെന്ന് നമ്മൾ ഓരോ അടുപ്പ് കാലിയാകുന്നതിന് അന്നേരം വേറെ സാധനങ്ങളെല്ലാം വെക്കണം. മീൻ വറുക്കാനും വേണ്ടിയിട്ട് ഈ അടുപ്പ് കാലിയായിരുന്നു. ഇപ്പം നല്ലൊരു കടല വറുത്ത് തന്നെ ആയിട്ടുണ്ട്. തലേന്നത്തെ കടലക്കറിയുണ്ട്. ഇന്ന് മീൻ കുറച്ച് മീനെടുത്തിട്ട് കറി വെച്ചിട്ടുള്ളൂ. എല്ലാം വറക്കാമെന്ന് വെച്ച്. ഇന്ന് കുട്ടികൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് അവർ വറുത്തതും കൂട്ടിയിട്ടാണ് അധികം ചോറ് തിന്നൽ. ഇനിയിപ്പോൾ ഏകദേശം സമയം ഒരു 8 മണിയായി. എനിക്ക് പോകാനുള്ള റെഡിയാകാനുള്ള ഈ പാത്രം കഴുകലും തുടക്കലും അലക്കലും പെട്ടെന്ന് ശരിയാക്കിയിട്ട് 9 മണിക്ക് പോകണം. ഇപ്പം മീൻ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ കാലിയായിട്ടുണ്ട് ഒരടുപ്പ്. അവിടെ കുടിവെള്ളം കൂടി വെക്കണം. ഇപ്പം ചോറും കുനിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കുടിക്കാനുള്ള ചൂടുവെള്ളമാണ് ഈ അടുപ്പ് ലാസ്റ്റ് കനലിൽ വെച്ചിട്ട് പോവും. മീൻ കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. എനിക്ക് കുറച്ച് പാത്രമുണ്ട് കഴുകാൻ, അതും കൂടി ഇപ്പോൾ കഴുകും. വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.